ഗാസയുടെ പുനർനിർമ്മാണം നടത്താനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സമാധാന സമിതിയായ ബോർഡ് ഓഫ് പീസിലേക്ക് ഇന്ത്യക്കും ക്ഷണം ലഭിച്ചതായി റിപ്പോർട്ട്. NDTV ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. സമിതിയിലേക്ക് തങ്ങൾക്ക് നേരത്തെ തന്നെ ക്ഷണം ലഭിച്ചതായി പാകിസ്ഥാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇന്ത്യ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഗാസയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയുടെ പങ്കാളിത്തം നിർണായകമായേക്കാം എന്നാണ് വിലയിരുത്തൽ. ഇസ്രായേലുമായും പലസ്തീനുമായും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇസ്രായേലുമായി തന്ത്രപരമായ പങ്കാളിത്തമാണ് ഇന്ത്യ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത്. പലസ്തീന് ആവശ്യമായ മാനുഷിക സഹായങ്ങളെല്ലാം ഇന്ത്യ ലഭ്യമാക്കുകയും ചെയ്തു. ഈജിപ്ത് വഴി ഗാസയിലേക്ക് സഹായം എത്തിച്ച ആദ്യ രാജ്യങ്ങളിലൊന്നുകൂടിയാണ് ഇന്ത്യ. അതേസമയം പാകിസ്ഥാനുള്ള ഈ ക്ഷണത്തിൽ ഇസ്രായേലിന് അസംതൃപ്തിയുണ്ട്. പാകിസ്ഥാന്റെ പങ്ക് ഇസ്രായേലിന് സ്വീകാര്യമാകില്ലെന്ന് ഇസ്രായേൽ പ്രതിനിധി റൂവൻ അസാർ പറഞ്ഞു. ഇന്ത്യയെ കൂടാതെ ഏകദേശം 60ഓളം രാജ്യങ്ങൾക്ക് അമേരിക്ക ക്ഷണം അയച്ചിട്ടുണ്ട്. ട്രംപിന്റെ അടുത്ത സഖ്യകക്ഷിയായ ഹംഗറി മാത്രമാണ് ഈ ക്ഷണത്തിന് നിരുപാധികം അംഗീകാരം നൽകിയത്. മറ്റു രാജ്യങ്ങൾ പലതും ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. ഭാവിയിൽ രാജ്യാന്തര സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സംവിധാനമായും ഈ സമാധാന സമിതിയെ മാറ്റാൻ ഉദ്ദേശമുണ്ട്. ഉന്നത സമിതിയുടെ അധ്യക്ഷൻ ട്രംപ് തന്നെയായിരിക്കും. ഭരണം നടത്താൻ പലസ്തീൻ ടെക്നോക്രാറ്റുകളുടെ സമിതി, ഉപദേശക റോളിലുള്ള എക്സിക്യൂട്ടീവ് ബോർഡ് എന്നിവയും ഈ സമിതിയിൽ ഉണ്ടാകുമെന്ന് വൈറ്റ് ഹൗസ് പറയുന്നു. 11-അംഗ ഗാസ എക്സിക്യൂട്ടീവ് ബോർഡിൽ തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഹിദാൻ, UN മിഡിൽ ഈസ്റ്റ് സമാധാന കോർഡിനേറ്റർ ഡിഗ്രിഡ് കാഗ്, UAE അന്താരാഷ്ട്ര സഹകരണ മന്ത്രി റീം അൽ ഹാഷ്മി, ഇസ്രായേൽ സൈപ്രസ് ശതകോടീശ്വരൻ യാക്കിർ ഗാബെ, ഖത്തർ, UAE എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ എന്നിവരും ഭാഗമാകുന്നുണ്ട്. ബോർഡ് അംഗങ്ങളുടെ ചുമതലകൾ വൈറ്റ് ഹൗസ് വിശദീകരിച്ചിട്ടില്ല. കൂടുതൽ അംഗങ്ങളെ വരുന്ന ആഴ്ചകളിൽ പ്രഖ്യാപിച്ചേക്കും എന്നാണ് വിവരം. അതേസമയം ബോർഡിന്റെ ഘടന ഇസ്രായേൽ നയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കി. ഗാസയിലെ സമാധാന സമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എതിർക്കുകയും ചെയ്തു. നിയമനങ്ങൾ ഇസ്രായേലുമായി ആലോചിച്ചല്ല നടത്തിയെന്നും രാജ്യത്തിന്റെ നയങ്ങൾക്ക് വിരുദ്ധം ആണെന്നുമാണ് ആരോപണം. ഇക്കാര്യത്തിലുള്ള ആശങ്ക അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ അറിയിക്കാൻ ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയെ നെതന്യാഹു ചുമതലപ്പെടുത്തി. ഗാസയുടെ പുനർനിർമ്മാണത്തിനായി ഈ സംരംഭത്തിലൂടെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിക്കും എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയെ അടക്കം ക്ഷണിച്ചതിലൂടെ ട്രംപ് ലക്ഷ്യം വെക്കുന്നത് ഗാസ പുനർനിർമ്മാണ ഫണ്ട് ആണ് എന്നും സൂചനകളുണ്ട്. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറം യോഗത്തിൽ ഗാസ സമാധാന ബോർഡിൽ ഉൾപ്പെടുന്ന അംഗങ്ങളുടെ അന്തിമ പട്ടിക അമേരിക്ക പ്രഖ്യാപിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ഗാസയിലെ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുന്നതിനാണ് നിർദ്ദിഷ്ട സമാധാന ബോർഡ് അമേരിക്ക രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഗാസയിൽ ഒരു പുതിയ പലസ്തീൻ കമ്മിറ്റി സ്ഥാപിക്കൽ, ഒരു അന്താരാഷ്ട്ര സുരക്ഷാ സേനയെ വിന്യസിക്കൽ, ഹമാസിന്റെ നിരായുധീകരണം, യുദ്ധത്തിൽ തകർന്ന പ്രദേശങ്ങളുടെ പുനർനിർമ്മാണം എന്നിവയുടെ മേൽനോട്ടം വഹിക്കുക എന്നിവയാണ് ഈ സമാധാന ബോർഡിന്റെ ചുമതലകൾ. അതിനിടെ ബോർഡ് ഓഫ് പീസ് എന്ന ഈ സമിതിയിലെ സ്ഥിരാംഗത്വത്തിനായി $100 കോടി, അതായത് ഏകദേശം 8300 കോടി രൂപ നൽകണം എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഈ നിരക്ക് നിശ്ചയിക്കുന്നതിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ പറഞ്ഞിരുന്നു. ഈ സംരംഭത്തിന്റെ സ്ഥാപക എക്സിക്യൂട്ടീവ് ബോർഡിലേക്ക് ബ്ലെയർ നിയമിതനായിരുന്നു. ജീവിക്കാൻ വകയില്ലാതെ നട്ടം തിരിയുന്ന പാകിസ്ഥാനെയാണ് അമേരിക്ക ഇന്ത്യക്ക് മുന്നേ ഈ സമിതിയിലേക്ക് ക്ഷണിച്ചത്. $100 കോടി എന്നത് ഇന്നത്തെ അവസ്ഥയിൽ അവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വലിയൊരു തുകയാണ്. എന്നാൽ ഈ ഫണ്ട് സംഭാവന ചെയ്യേണ്ടത് നിർബന്ധമില്ലെന്ന് ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ സംഭാവന ചെയ്യുന്നവർക്ക് 3 വർഷത്തെ കാലാവധിക്ക് പകരം സ്ഥിരം അംഗത്വം ലഭിക്കുമെന്നും ആ ഉദ്യോഗസ്ഥൻ പറയുന്നു. ഈ ഫണ്ട് ഗാസയുടെ പുനർനിർമ്മാണത്തിനായുള്ള ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾക്ക് വിനിയോഗിക്കുമെന്നും അധികൃതർ പറയുന്നുണ്ട്. ഇതൊരു ട്രംപ് ഐക്യരാഷ്ട്ര സഭയാണ്. UN ചാർട്ടിന്റെ അടിസ്ഥാന തത്വങ്ങളെപ്പോലും ഇത് അവഗണിക്കുകയാണ് എന്നാണ് ഒരു നയതന്ത്രജ്ഞൻ അവകാശപ്പെടുന്നത്. അമേരിക്ക തന്നെ ആയുധങ്ങളും പണവും നൽകി പലസ്തീനിൽ ആക്രമണം അഴിച്ചുവിടുന്നു. നിരായുധരായ ഒരു ജനതയെ ഗാസയിൽ കൂട്ടക്കുരുതി നടത്തുന്നു. കോടിക്കണക്കിന് ഡോളറാണ് ഇതിനായി അമേരിക്ക ചെലവാക്കിയത്. ഇപ്പോൾ തകർന്നുപോയ, അതായത് അമേരിക്ക തന്നെ തകർത്തു കളഞ്ഞ ഗാസയിൽ പുനർനിർമ്മാണം നടത്താനായി അമേരിക്ക മുന്നിൽ നിൽക്കുന്നു. എന്നാൽ സ്വന്തമായി അത് ചെയ്യുന്നില്ല. പകരം ലോകരാജ്യങ്ങളുടെ കയ്യിൽ നിന്നും പിരിവെടുക്കുന്നു. അതായത് ബാക്കി രാജ്യങ്ങളെല്ലാം ഈ പറയുന്ന $100 കോടി അമേരിക്കയെ ഏൽപ്പിക്കണം. അവർക്ക് തോന്നുന്ന പോലെ അവർക്ക് പറ്റിയ ആളെ കൊണ്ട് ഗാസയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തും. കയ്യിൽ നിന്നും കാശിറക്കി ഒരു നഗരത്തെ ചുടലപ്പറമ്പാക്കുക, പിന്നീട് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പണം പിരിച്ച് അവിടം പുതുക്കി പണിയുക. സമാനതകൾ ഇല്ലാത്ത ഒരു ഭ്രാന്തൻ നയമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ സ്വീകരിക്കുന്നത്.